മഹിമ ഗോപാലിന്റെ വീട്ടിൽ കയറിയത് വലിയ വിഷയമായിട്ടുണ്ട്. അയാള് മേലുദ്യോഗസ്ഥരെ വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞു. CCTVയിൽ വന്നത് മഹിമയാണെന്ന് ഉറപ്പില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങളുടെ എല്ലാം ജോലി പോയേനെ. മഹിമ എന്തിനാ ഗോപാൽജിയെ കാണാൻ പോയത്? അയാളെ മഹിമ കൊല്ലാൻ നോക്കിയെന്നാ ഞങ്ങളോടൊക്കെ പറഞ്ഞത്. ഏയ്, അത് വിശ്വസിക്കണ്ട. അവളുടെ കൂടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? കൊല്ലാൻ വന്നതാണെങ്കിൽ അവൾക്ക് എളുപ്പത്തിൽ ഗോപാൽജിയെ തീർക്കായിരുന്നില്ലേ? അപ്പൊ ലക്ഷ്യം അയാളെ കൊല്ലുകയായിരുന്നില്ല. അയാളെ ചോദ്യം ചെയ്യാൻ തന്നെയാ മഹിമ ആ വീട്ടിൽ കയറിയത്. എനിക്ക് തോന്നുന്നത് അയാൾക്ക് പീതാംബരന്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന് ചോദ്യം ചെയ്യാനായിരിക്കും അവള് വന്നത്. അല്ല, മഹിമ എവിടെയാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. നിനക്ക് അവളുടെ കോളേജിൽ പോയെന്ന് അന്വേഷിച്ചൂടെ? അവിടെയുള്ള പിള്ളേരുടെ സഹായം ഇല്ലാതെ മഹിമയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് മഹിമ എവിടെയാണെന്ന് ഉറപ്പായിട്ടും അറിയാൻ സാധ്യതയുണ്ട്. ആ വഴിക്കും അന്വേഷിക്കാം. പക്ഷേ എന്തെങ്കിലും ഗുണം കാണുമെന്ന് തോന്നുന്നില്ല. മഹിമയുടെ കൂട്ടുകാര് ഒരിക്കലും അവളെ ചതിക്കില്ല. അത് ശരിയാ. അവളാണല്ലോ ആ ക്യാമ്പസിലെ ഡോൺ. അവിടുത്തെ വിദ്യാർത്ഥികളുടെ എന്താവശ്യത്തിനും മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരാളാണ് മഹിമ. അതിന്റെ സ്മരണയുള്ളവരാ മഹിമയുടെ കൂടെ നിൽക്കുന്നത്. അവള് ഡോണല്ല, നല്ലൊരു നേതാവാ. ആ നേതാവിപ്പോ പോലീസിനെ പേടിച്ച് ഒരു മാളത്തിൽ നിന്നും അടുത്ത മാളത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ജീവിതമാണോ? യെസ് മാഡം. എപ്പോ? ഞാൻ വരാം മാഡം. എന്തുപറ്റി? മഹിമ അഭിയെ തട്ടിക്കൊണ്ടുപോയിന്ന്. അവൾ അവനെ ചോദ്യം ചെയ്യാനായിരിക്കും പൊക്കിയത്. അടിപൊളി. ഇങ്ങനെയാണോ അവള് കേസ് തെളിയിക്കാൻ പോകുന്നത്? സംശയമുള്ളവരെല്ലാം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്ത്. കൊള്ളാം. പോലീസിനെ കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ? എനിക്ക് മഹിമയെ കണ്ടുപിടിച്ചേ പറ്റൂ. ഇന്ന് മഹിമയോ അഭിയോ കിട്ടിയില്ലെങ്കിൽ മഹിമയുടെ കേസ് വേറെ ഓഫീസർമാരെ ഏൽപ്പിക്കും. അവര് മഹിമയോട് ഒരു ദയം കാണിക്കില്ല. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. അവരാണെങ്കിൽ മഹിമയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച വെടിവെച്ച് വീഴ്ത്തു അല്ലേ? നിനക്ക് എങ്ങനെയാ പ്രീതി ഈ അവസ്ഥയിലും വിഷം ചീറ്റാൻ പറ്റുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഗിരേട്ടാ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. നീ ഈ പാതിരാത്രിക്ക് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ഇനി നാളെ രാവിലെ പോയാ മതി. അമ്മ, എനിക്ക് പോയേ പറ്റൂ. മഹിമയെ പിടിക്കാതെ പറ്റില്ല. എനിക്ക് അവളെ ചിന്തിക്കുന്ന രീതി അറിയാം. അതുകൊണ്ട് അവളെ കണ്ടുപിടിക്കാൻ പോലീസിനെ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിന്റെ കുഞ്ഞിന്റെ ആരോഗ്യം കളഞ്ഞ് നീ എന്ത് സാധിച്ചിട്ട് ഒരു കാര്യമില്ല. അത് മറക്കണ്ട. അവര് പറയുന്ന ഒന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. മഹിമ ഇനിയും കൂടുതൽ തെറ്റുകളിലേക്ക് വഴുതി വീഴും. അവളെ തടഞ്ഞേ പറ്റൂ. നീ വേഗം പോ.